ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ വാഹനപ്രേമികളുടെയൊക്കെ കാമുകി എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. നിങ്ങൾ കുറേ പേര് റിക്വസ്റ്റ് ചെയ്ത ഒരു മോഡലാണ് എൻ്റെ ഇരിക്കുന്നത്. നമ്മുടെ സ്വന്തം പോർഷയുടെ 911 GT3 എന്ന് പറയുന്ന മോഡലാണ്. ഇത് ബുറാഗോ ബ്രാൻഡിൻ്റെയാണ് വരുന്നത്. അതുപോലെ തന്നെ 1/24 റേഷ്യോയിൽ വരുന്നൊരു മോഡലാണിത്. ഒരു സിമ്പിൾ പാക്കിങ്ങിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് അൺബോക്സ് ചെയ്യാൻ അത്ര വലിയ പാടൊന്നുമില്ല. പിന്നെ സാധാരണ നോർമൽ കാണുന്ന പോലെ തന്നെ എല്ലാ ഡൈക്കാസ് മോഡലിലും, അതുപോലെ ബ്രാൻഡഡ് ആയിട്ടുള്ള എല്ലാ ഡൈക്കാസ് മോഡലും കാണുന്ന പോലെ തന്നെ ഇതൊരു ബോർഡിൽ സ്ക്രൂ ചെയ്താണ് ഈ ഐറ്റം വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ മോഡൽ. ഫസ്റ്റ് തന്നെ ഇതിൻ്റെ ചെറിയൊരു അപകടം ഉണ്ട്. ഇത് കണ്ടോ, ഈ വീല് ഓൾറെഡി ടേൺ ആയിട്ടിരിക്കുകയാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് നേരെ ഇരിക്കുകയാണ്, കണ്ടോ. അപ്പോൾ അതെന്തോ ഒരു മിസ്റ്റേക്കാണ്, ഇങ്ങനെ വെച്ചാലൊന്നും വരില്ല. സ്പ്രിങ്ങിൻ്റെ എന്തോ ഒരു മിസ്റ്റേക്കാണ്. അത് പോട്ടെ. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഇതുപോലെ 2 സ്ക്രൂവിലാണ് ഇത് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ ഇത് അൺസ്ക്രൂ ചെയ്തെടുക്കാം. ഹേ ഗൈസ്, അപ്പോൾ നമ്മുടെ മോഡൽ അൺസ്ക്രൂ ചെയ്ത് പുറത്തെടുത്തിട്ടുണ്ട്. ഡീറ്റെയിലിങ്ങിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും ഒരു രക്ഷയില്ലാത്ത ഡീറ്റെയിലിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല ഇതൊരു ലൈസൻസ് പ്രോഡക്റ്റാണ്. ബുറാഗോ എന്ന ബ്രാൻഡിൻ്റെ ആണ് ഈ ഒരു മോഡൽ വരുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ബുറാഗോ എന്ന് കാണാൻ പറ്റും. പോർഷെ 911 GT3. അതുപോലെ 1/24 റേഷ്യോയിലാണ് ഈ ഒരു മോഡൽ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാനൊരു ബ്രാൻഡഡ് മോഡൽ മേടിക്കുന്നത്. അതുപോലെ എൻ്റെ ചാനലിൽ ഇതുവരെ ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ മോഡൽസും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മോഡൽസാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ചാനൽ ഇതുവരെ ഇട്ട വീഡിയോസിലുള്ള ഡൈകാസ്റ്റ് വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ച് പ്രൈസ് റേഞ്ച് കൂടിയതാണ്. അത് ഈ ബ്രാൻഡഡ് ആയതിൻ്റെയും ലൈസൻസ് പ്രൊഡക്റ്റിൻ്റെയും അങ്ങനെയുള്ളൊരു വ്യത്യാസം വെച്ചിട്ടാണ്. ബാക്കി ഡീറ്റെയിലോ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഇരിക്കുന്ന 4 മോഡലും എല്ലാം 100% ഒരുപോലെ തന്നെയാണ്. പിന്നെ ഇതിലില്ലാത്ത കുറച്ച് കാര്യങ്ങൾ ഈ ഇരിക്കുന്ന മോഡൽസുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഹുഡും ഡോർസും കാര്യങ്ങളും എല്ലാം നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഈ ഇരിക്കുന്ന 3 മോഡൽസിൻ്റെയും, ഈ സ്കൈലൈൻ്റെയും BMW അതുപോലെ തന്നെ ഈ ഡോഡ് ചലഞ്ചറിൻ്റെയും നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഇതിലേക്ക് വരുമ്പോഴത്തേക്കിനും ഇതിൻ്റെ ഡോർ മാത്രമേ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഹുഡോ കാര്യങ്ങളോ ഒന്നും ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ഇത് ലൈസൻസ് പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതില്ലെങ്കിൽ ഇതുപോലെ പോർഷയുടെ ലോഗോ നമുക്ക് കാണാൻ പറ്റും. GT3 എന്ന് പറഞ്ഞ ബാഡ്ജിങ് കാണാൻ പറ്റും. പക്ഷേ ഇതിലേക്കൊന്നും വരുമ്പോൾ ഇതൊന്നും ലൈസൻസ് പ്രോഡക്റ്റ് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ നമുക്ക് ഇതിൻ്റെ ബാഡ്ജിങ്ങോ കാര്യങ്ങളോ ഒന്നും കാണില്ല. പിന്നെ ഇതിന് മാത്രം ഇവിടെ SRT എന്നൊരു കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഡ്രീം എന്ന് മാത്രമേ കൊടുത്തുള്ളൂ. പിന്നെ ഇതിന് BMW ലോഗോ കൊടുത്തിട്ടുണ്ടെങ്കിലും BWM എന്നാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇതിലേക്ക് വരുമ്പം ഇത് ലൈസൻസ് പ്രോഡക്റ്റ് അല്ല. പക്ഷേ ഇവിടെ സ്കൈലൈൻ GTR എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിൽ നോക്കിയാൽ പഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സ്കൈലൈൻ എന്നുള്ളതും. പിന്നെ അത് ഇവിടെ നിസാൻ എന്നും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് ലൈസൻസ് പ്രോഡക്റ്റ് അല്ല. പക്ഷേ ഇതും തമ്മിലുള്ള പ്രൈസിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ ബ്രാൻഡഡും നോൺ ബ്രാൻഡഡും തമ്മിലുള്ള അത്രയൊക്കെ ഉള്ളൂ വ്യത്യാസം. ബിൽഡ് ക്വാളിറ്റിയിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഡീറ്റെയിലിങ്ങിൽ അത്ര വലിയ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഇത് 100% കളക്റ്റഡ് മോഡലായ കാരണം ഇതുപോലെ പുൾ ബാക്കോ അല്ലെങ്കിൽ ഇതിനുള്ള പോലെ ലൈറ്റ് ബേൺ ചെയ്യുക, സൗണ്ട് കേൾക്കുക, എൻജിൻ സ്റ്റാർട്ട് ചെയ്യുന്ന സൗണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയും. അതിൻ്റെ കുറച്ച് അഡ്വാൻറ്റേജും അതാണ്. പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വരുമ്പോഴത്തേക്കാണ് കുറച്ചുകൂടെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുള്ളത്. സ്റ്റിയറിങ്ങിൻ്റെ ഭാഗത്തേക്ക് നോക്കിയാലും അതുപോലെ സീറ്റ് കാര്യങ്ങൾ, ഡാഷ്ബോർഡൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ചാനലിട്ടുള്ള വാഹനങ്ങളെല്ലാം തന്നെ നോൺ ബ്രാൻഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മോഡൽസ് ആണെങ്കിലും ഒരു ബ്രാൻഡഡ് കാർ മേടിച്ച് നോക്കണം എന്നുള്ളത് എൻ്റെ ഒരു ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ മേടിച്ചതാണ്. പക്ഷേ നിങ്ങളും എന്നെപ്പോലെ ഒരു ബ്രാൻഡഡ് ഇത് മേടിക്കണം അല്ലെങ്കിൽ ഒരു ബ്രാൻഡഡ് കാർ മേടിച്ച് അതിൻ്റെ ഡീറ്റെയിലിംഗ് കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യണം എന്നാഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇത് നല്ലൊരു ചോയ്സാണ് ഈ ഒരു ഇരിക്കുന്ന മോഡൽസ്. കാരണം ഇതിൻ്റെയും ഡീറ്റെയിലിംഗ് തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ബുറാഗോ മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്, ഡീറ്റെയിലിംഗ് തമ്മിൽ വലിയ വ്യത്യാസങ്ങളോ കാര്യങ്ങളൊന്നും. അല്ലെങ്കിൽ നിങ്ങൾ സോളിഡോ പോലുള്ള കുറച്ചുകൂടെ കൂടിയ ബ്രാൻഡിലേക്ക് പോകേണ്ടി വരും. അതും കുറച്ചുകൂടെ സ്കെയിൽ വലുതായിരിക്കണം. 1/18 സ്കെയിലായിട്ടൊക്കെ നിങ്ങൾ പോവുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഡീറ്റെയിലിംഗ് തന്നെ വണ്ടി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പക്ഷേ പ്രൈസ് റേഞ്ച് നോക്കുമ്പോഴത്തേക്കും ആനയും ആടിൻ്റെയും തമ്മിൽ വ്യത്യാസമുള്ള പ്രൈസ് റേഞ്ചാണ്. ഇതെന്തുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ സ്കൈലൈൻ്റെ എൻജിൻ പാർട്ടിലുള്ള ഡീറ്റെയിലിങ്ങിൻ്റെ അത്രയും പോലും ഡീറ്റെയിൽ ഇല്ല ഈ ഒരു ഡോഡ്ജിന്. അത്രയും തന്നെ ഡീറ്റെയിൽ ഇല്ല ഈ ഒരു BMW. പക്ഷേ എക്സ്റ്റീരിയർ വൈസ് വരുമ്പോഴത്തേക്കും ഇവ 4ഉം ഏകദേശം ഒരുപോലെ തന്നെയാണ്. 100% സെയിം ആണ് എക്സ്റ്റീരിയർ വൈസ് വരുമ്പോഴത്തേക്കും. വണ്ടി എങ്ങനെയാണോ റിയൽ ലൈഫിൽ ഇരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബ്രാൻഡഡ് നോക്കി പോയിട്ട് അത്രയും കാശ് പൊട്ടിക്കേണ്ട കാര്യം ഇല്ല. ഇതുപോലുള്ള മോഡൽസ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് എന്നുള്ളത്. അപ്പോൾ അത്രയാണ് നമ്മുടെ ഈ ഒരു പോർഷയുടെ വിശേഷവും കാര്യങ്ങളൊക്കെ. ഓവറോൾ നോക്കുകയാണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം എൻ്റെ 1/24 സ്കെയിലോട്ട് വന്നാൽ പുതിയൊരു മോഡലും കൂടെയാണിത്. അപ്പോൾ പോർഷെ നിങ്ങളുടെ ഒരു റെക്കമെൻഡേഷനിൽ ഞാൻ മേടിച്ച വണ്ടിയാണ്. അതുപോലെ തന്നെ പോർഷെ കാണാൻ അതുപോലെ തന്നെ ഭയങ്കര സുന്ദരിയാണ്. വെളിയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാറുകളെ അവർ ഷീ എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ പെണ്ണുമായിട്ടാണ് അവർ ഉപമിക്കാറ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു ബ്യൂട്ടി ക്യൂനാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ ഞാൻ നെഗറ്റീവ് പറഞ്ഞു എന്നാലും പറയരുത്. കാരണം നമ്മളൊരു റിവ്യൂ ഇടുമ്പോഴത്തേക്കിനും ജെന്യുവനായിട്ടുള്ള റിവ്യൂ ഇടാൻ
മാക്സിമം ശ്രമിക്കുന്നതാണ്. എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യണമെന്ന് ഞാൻ പറയുന്നു. അല്ലാതെ കണ്ട് ഇതെടുത്തിട്ട് അയ്യോ അടിപൊളി മോഡൽ, സൂപ്പർ മോഡൽ, എല്ലാവരും ഇത് മേടിക്കണം, കിട്ടു സാധനം എന്നൊന്നും അങ്ങനെ നമ്മൾ എക്സാജറേറ്റ് ചെയ്ത് ഇല്ലാത്തൊന്നും ഉണ്ടാക്കി പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇതിനെ ഞാൻ പറയാനുള്ള കാരണം വെച്ചാൽ ഈ ഡോറിൻ്റെ ഈ പോർഷൻ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതൊരു ലൈസൻസ് പ്രോഡക്റ്റ് ആൻഡ് ബ്രാൻഡഡ് ആണ്. പ്രൈസ് റേഞ്ചിൽ അതിനെക്കാട്ടിലും നല്ല വ്യത്യാസമുള്ളൊരു മോഡലിൻ്റെ ഡോറിൻ്റെ പോർഷനിലൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഡോർ ഹാൻഡിൽ എത്രത്തോളം ഡീറ്റെയിലിംഗ് ആണ് ഇത് കൊടുത്തിട്ടുള്ളത്. പക്ഷേ നമ്മൾ BMW ഈ ഒരു മോഡൽ എടുക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് ഡോർ ഹാൻഡിൽ അവിടെ ചെയ്തിട്ടുണ്ട്. ഞാനിത് ജസ്റ്റ് ചെറിയൊരു കമ്പാരിസൺ മാത്രം വെച്ച് നോക്കുകയാണ്. സ്കൈലൈൻ്റെ എടുത്തു കഴിഞ്ഞാലും അടിപൊളി ഡീറ്റെയിലിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഡോഡ്ജിൻ്റെ എടുത്താലും നല്ല കിടിലൻ ഡീറ്റെയിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊക്കെ വരും. അപ്പോൾ നമ്മൾ എക്സ്റ്റീരിയർ വൈസ് നോക്കിയാലും കുറച്ച് എന്താ പറയുന്നത് വ്യത്യാസങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയൊക്കെ കുറച്ച് നമ്മൾ എന്താ പറയുക ചെറിയ ചളക്കവും കാര്യങ്ങളൊക്കെ. അപ്പം ബ്രാൻഡഡ് ആയതുകൊണ്ട് ഇത് വലിയ സംഭവമൊന്നും അങ്ങനെയൊന്നുമില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിന് താഴെയും അടിപൊളി മോഡൽസ് അവൈലബിൾ ആണ്. അപ്പോൾ ആരും ഞാൻ പറയുന്നത് കഷ്ടപ്പെട്ട് ബ്രാൻഡഡ് മേടിക്കണം അല്ലെങ്കിൽ ബ്രാൻഡഡ് ഒരു ഡൈകാസ്റ്റ് എനിക്ക് വേണം എന്ന് ആഗ്രഹിക്കുന്നവരോടാണ് ഞാൻ പറയുന്നത്. എല്ലാം ഏകദേശം ഒരുപോലെയൊക്കെ തന്നെയാണ്. സോ അപ്പോൾ ഇത്ര ഉള്ള ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്തതായിട്ട് ഏതെങ്കിലും കാർ അൺബോക്സ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ആ കാറുമായിട്ട് നമ്മൾ ഉടനടി വരുന്നതായിരിക്കും. സോ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.